കർത്താവിൻ്റെ തിരുവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നമുക്ക് ഈ പ്രഭാതത്തിൽ തിരിക്കാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 7-ാമത്തെ വാക്യം ദയവായിട്ട് വായിക്കാം. മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 5 and verse 7. പ്രൈസ് ദി ലോർഡ്. ഈ തിരുവചന ഭാഗം ബിയാറ്റിറ്റ്യൂഡ്സ് എന്നറിയപ്പെടുന്ന കർത്താവിൻ്റെ ഗിരിപ്രഭാഷണം എന്ന് പ്രസിദ്ധമായിരിക്കുന്ന മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായങ്ങളുടെ ഇൻട്രൊഡക്ടറി പാർട്ടാണ് ബിയാറ്റിറ്റ്യൂഡ്സ് എന്ന് നമ്മൾ വിളിക്കുന്ന ഈ ആദ്യ വേദഭാഗം. These 8 attitudes are the evidence of a disciple. We have seen that. And when you look at this passage, each step leads to the next step. Each beatitude, it is a kind of spiritual progression. ഓരോ ആ തിരുവചന ഭാഗങ്ങളും നമ്മൾ ശ്രദ്ധിച്ചാൽ ആത്മീകമാകുന്ന ഒരു പുരോഗതിയുടെ പടവുകളായിട്ടാണ് നമുക്കതിനെ കാണാനായിട്ട് കഴിയുന്നത്. ഇറ്റ് ഈസ് ലൈക്ക് എ സ്റ്റെയർ കേസ്. യു സ്റ്റെപ്പ് ടു ദ ഫസ്റ്റ് സ്റ്റെപ്പ് ആൻഡ് ദെൻ ദ സെക്കൻഡ്, ദ തേർഡ്. 1 തുടങ്ങി 2, 3 അങ്ങനെ തുടരുകയാണ്. ആദ്യം നമ്മൾ കണ്ടു, കർത്താവ് പറഞ്ഞു, ഇറ്റ് ഈസ് ദ പുവർ ഹു ആർ ബ്ലെസ്സഡ്. എവറി പേഴ്സൺ ഹു റിയലൈസസ് ഹിസ് ഓൺ സ്പിരിച്വൽ ബാങ്ക്രപ്റ്റസി, ദ ലോർഡ് സേസ് ഹി ഈസ് എ ബ്ലെസ്സഡ് പേഴ്സൺ. അവരവരുടെ തന്നെ ആത്മീക പാപ്പരത്വത്തെ, അത് ലോർഡ് ഐ ഡു നോട്ട് ഹാവ് വാട്ട് ഇറ്റ് ടേക്സ് ടു ബി പ്ലീസിങ് ഇൻ യുവർ സൈറ്റ് എന്നുള്ള, കർത്താവെ അങ്ങയെ പ്രസാദിപ്പിക്കാനുള്ള ഒന്നും എനിക്ക് എന്നിൽ തന്നെ ഇല്ല എന്ന ആ തിരിച്ചറിവാണ് ആത്മീകമാകുന്ന പോവർട്ടി, അല്ലെങ്കിൽ ദാരിദ്ര്യം എന്ന വാക്കുകൊണ്ട് ദൈവവചനം അർത്ഥമാക്കുന്നത്. അത് തുടങ്ങുമ്പോൾ മാത്രമല്ല, ജീവിതാവസാനം വരെ ആ ഒരു ബാങ്ക്രപ്റ്റസിയുടെ തിരിച്ചറിവിലാണ് ഒരു ദൈവ പൈതൽ ജീവിക്കുന്നത്. അങ്ങനെ ജീവിക്കുന്ന ഒരു ദൈവ പൈതൽ he doesn't stay right there on the first step. He progresses to the next, which is he is mourning. അടുത്ത സ്റ്റെപ്പിലേക്ക് വരുന്നു ആ വ്യക്തി. Since he knows that he is unworthy in God's presence, he cries. He is a mournful Christian. ആ വ്യക്തി നിശ്ചയമായിട്ടും because of his sin and corruption, and because he knows that although grace reigns in us, sin also reigns until we have been rescued from the very presence of sin. പാപത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്നും എന്നേക്കുമായി നാം രക്ഷപ്പെടുന്നത് വരെ പാപത്തിൻ്റെ ഒരു ഇൻഫ്ലുവൻസ്, ഒരു വാഴ്ച എന്ന് പറഞ്ഞാൽ ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം അവരതിന് അടിമകളാകുകയല്ല, നേരെ മറിച്ച് there is an influence. അത് ലോകത്തിലുമുണ്ട് എന്ന തിരിച്ചറിവിൽ he mourns. അതുകൊണ്ടാണ് സങ്കീർത്തനങ്ങളിൽ നമ്മൾ വായിക്കുന്നത്, നിൻ്റെ വചനങ്ങളെ അനുസരിക്കാത്ത അവരെക്കുറിച്ച് ഞാൻ ഓർക്കുമ്പോൾ 119 സങ്കീർത്തനം, എൻ്റെ കണ്ണിൽ നിന്നും ജലനദികൾ ഒഴുകുന്നു. ജെറമായ പറയുന്നത് വിലാപങ്ങളിൽ, അയ്യോ എൻ്റെ തല ഒരു നീരുറവായിരുന്നെങ്കിൽ. സോ എ സ്പിരിച്വലി bankrupt person will always be mindful of his own sinfulness and the sinfulness of the people around him, and therefore he is not a condemning, judging person, rather he is a mourning person. മറ്റുള്ളവരെ വിധിക്കുന്ന
മറ്റുള്ളവരെ കുറ്റം പറയുന്ന ഒരുവനായിട്ടല്ല, റാദർ ഹി മോൺസ്. അതാണ് ഒരു ദൈവ പൈതലിൻ്റെ അടയാളം. അങ്ങനെ ആയിരിക്കുന്ന ഒരുവന് നിശ്ചയമായിട്ടും അഹങ്കാരിയാകാൻ കഴിയുകയില്ല. അവൻ ദൈവസന്നിധാനത്തിൽ അവൻ്റെ സിൻഫുൾനെസ് ഓർത്ത് മോൺ ചെയ്യുന്നവനാണെങ്കിൽ അവനൊരിക്കലും അഹങ്കാരിയല്ല. കാരണം അവൻ ദൈവസന്നിധാനത്തിൽ എന്താണോ അതാണ് അവൻ്റെ പെരുമാറ്റത്തിലും. അങ്ങനെ അല്ലെങ്കിൽ അതിൻ്റെ പേരാണ് ഹിപ്പോക്രസി, കാപട്യം, കപടഭക്തി. എന്നാൽ ഈ ആത്മീക മൂല്യങ്ങൾ വർദ്ധിച്ചു വരുന്ന ഒരു ദൈവ പൈതലിന് കാപട്യമുള്ളവനായി തുടരാൻ കഴിയുകയില്ല. ഹി വിൽ ബി ഹംബിൾ ഇൻ ഗോഡ്സ് പ്രസൻസ് ആൻഡ് ഹി വിൽ ഓൾസോ ബി ഹംബിൾ ഇൻ ഹിസ് ഡീലിംഗ് ടുവേർഡ്സ് ഹിസ് പീപ്പിൾ. ദൈവസന്നിധാനത്തിൽ അവൻ സൗമ്യതയുള്ളവനാകുമെന്ന് മാത്രമല്ല, മറ്റുള്ളവരോടും സൗമ്യതയിൽ ആ വ്യക്തി എപ്പോഴും ഇടപെടും. എന്നാൽ ഈ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഒരു നെഗറ്റീവായിട്ട് ആ കാര്യങ്ങളെ നമ്മൾ ചിന്തിക്കുമെങ്കിലും ഇവിടെ നമ്മൾ വായിക്കുന്നത്, ജസ്റ്റ് ബിക്കോസ് എ ഡിസൈപ്പിൾ ഓഫ് ക്രൈസ്റ്റ് ഈസ് ഓൾ ദാറ്റ്, he doesn't stay right there always, always looking or എന്താ പറയുന്നത്, ആ സെൽഫ് പിറ്റിയിൽ ഒരു ദൈവ പൈതൽ ആയിരിക്കുകയല്ല. ഒരു ദൈവ പൈതലിന് ഒരിക്കലും സെൽഫ് പിറ്റിയുടെ ആവശ്യമില്ല. പിന്നെ ഹി ലുക്സ് ടുവേർഡ്സ് ഗോഡ്, ദൈവത്തിങ്കിലേക്ക് താൻ നോക്കുകയാണ്. അങ്ങനെ നോക്കുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതം, 7-ാം വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, എ ഡിസൈപ്പിൾസ് ലൈഫ് will be characterized by a constant spiritual hunger and thirst. ഒരു ദൈവ പൈതലിൻ്റെ ജീവിതം എല്ലായ്പ്പോഴും വീണ്ടും ജനിച്ച ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വസിക്കുന്നെങ്കിൽ ഈ പറഞ്ഞ ക്വാളിറ്റീസ്, ഈ പറഞ്ഞ ഗുണങ്ങൾ കുറച്ചോ കൂടുതലോ, ദാറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ അവർ ഗ്രോത്ത്, അവർ മെച്യൂരിറ്റി. നമ്മുടെ ആത്മീക വളർച്ചയ്ക്ക് ആനുപാതികമായിട്ട് ഇത് കൂടുതലോ കുറവോ ഒരു വ്യക്തിയിലുണ്ടാകും. പക്ഷെങ്കിൽ ഒന്നുമില്ലാത്ത അവസ്ഥ ഉണ്ടാകത്തില്ല, അവൻ വീണ്ടും ജനിച്ചവനല്ല. ഇതൊന്നും ഇല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം യു ആർ നോട്ട് ബോൺ അഗെയിൻ. ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്നില്ലെങ്കിൽ യു ആർ നോട്ട് ബോൺ അഗെയിൻ. അതുകൊണ്ട് വീണ്ടും ജനിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളെ രക്ഷിക്കാൻ കർത്താവ് ഇവിടെ ഉണ്ട് എന്നുള്ള തിരിച്ചറിവിൽ കം ടു ദ ക്രോസ് ആസ് എ ബെഗർ. ഒരു യാചകനെ പോലെ ക്രൂശിങ്കിലേക്ക് വാ, കർത്താവ് രക്ഷിക്കും. സ്നാനപ്പെട്ടതായിരിക്കാം, കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടായിരിക്കാം, കുഴപ്പമില്ല പ്രിയപ്പെട്ടവരെ. ട്രൂലി റിപ്പൻറ്റ് ചെയ്താൽ അങ്ങനെ ഇല്ലെന്ന എൻ്റെ ഒരു ചിന്ത. എന്നാൽ അങ്ങനെ ആർക്കേലും എനിക്ക് കർത്താവിനെ പബ്ലിക്കലി ഏറ്റുപറഞ്ഞ് എനിക്കിനിയും അതിൻ്റെ പരസ്യമാകുന്ന സാക്ഷ്യമായിട്ട് ജലത്തിൽ മുങ്ങി സ്നാനമേൽക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളെ സ്നാനപ്പെടുത്താം. ധൈര്യമായിട്ട് വാ. ലെറ്റ് ദ വേൾഡ് സേ വാട്ട് എവർ ഇറ്റ് വാണ്ട്സ് ടു സേ അബൌട്ട് യു. ലോകമെന്തും പറയട്ടെ, അതൊന്നും നമ്മുടെ വിഷയമല്ല. നമ്മുടെ വിഷയം കർത്താവുമായിട്ടാണ് നമുക്ക് കാര്യമുള്ളത്. നമുക്ക് വിഷയം നമ്മുടെ ആത്മാവിൻ്റെ രക്ഷയാണ്. നമുക്ക് വിഷയം നിത്യതയാണ്. പ്രിയപ്പെട്ടവരെ, നാം മനസ്സിലാക്കണം, കർത്താവിൻ്റെ ആ ഉപമ ഞാൻ പല പ്രാവശ്യവും അത് പറഞ്ഞിട്ടുണ്ട്, എങ്കിലും പറയുന്നത് എനിക്ക് മടിയില്ല. വിതയ്ക്കുന്നവൻ്റെ ഉപമ ദൈവരാജ്യത്തെക്കുറിച്ച് അല്ലെ സ്വർഗരാജ്യത്തെക്കുറിച്ചാണ് പറഞ്ഞേ. പക്ഷെങ്കിൽ നല്ല നിലത്ത് വീണ
ആ നല്ല നിലത്ത് നിന്ന് വിത്ത് മുളച്ചു വന്നിട്ട് കർത്താവ് പറഞ്ഞ ഒരു കാര്യം ശ്രദ്ധിക്കണം, 100, 60, 30. അപ്പം ഏറ്റവും കുറഞ്ഞത് 30 ഫലമുണ്ടായിരിക്കും. മിനിമം 30. പ്രിയപ്പെട്ടവരെ, ഫലം ഇല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം വീണ്ടും ജനിച്ചിട്ടില്ല എന്ന് തന്നെയാണ്. കാരണം ആ ദൈവരാജ്യത്തിൻ്റെ ഉപമയിൽ മറ്റൊരു ഉപമ വിതയോടുള്ള ബന്ധത്തിൽ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അതിങ്ങനെയാണ്, നല്ല വിത്ത് വിതച്ചു, തോഴ്മക്കാർ ഉറങ്ങിക്കൊണ്ടിരുന്നപ്പം ശത്രു വന്നിട്ട് കള വിതച്ചേച്ചു പോയി. ആദ്യമൊന്നും മനസ്സിലായില്ല, രണ്ടും വളർന്നു, രണ്ടും പൂവിട്ടു, രണ്ടും ഫലം വരാൻ തുടങ്ങി. അന്നേരം മനസ്സിലായി, ഒന്ന് പതിരാണ്, മറ്റേത് റിയലാണ്. അപ്പം ആ തോഴ്മക്കാർ ചോദിച്ചു, ഇപ്പം ഏതായാലും നമുക്ക് മനസ്സിലായല്ലോ, അത് ചെന്നങ്ങ് പിഴുത് കളയട്ടെ. കർത്താവ് പറഞ്ഞു, വേണ്ട, അവിടെ നിൽക്കട്ടെ. ഇപ്പോൾ അത് പിഴുത് കഴിഞ്ഞാൽ നല്ലതൂടെ എന്ത് ചെയ്യും? പോകും. സോ ലെറ്റ് ഇറ്റ് ബി ദർ. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ദൈവരാജ്യത്തെക്കുറിച്ച് നമ്മൾ വളരെ വ്യക്തമായിട്ടുള്ള ബോധം നമുക്കുണ്ടാകണം. ഞാനിത് പറയുമ്പോൾ ആരും ചിന്തിക്കരുത്, ഇന്നാരെക്കുറിച്ച്. നോ, ആ ഒരു ചിന്ത നിർത്ത്. തിങ്ക് അബൌട്ട് അവേഴ്സെൽസ്. നല്ല കാര്യം പറയുമ്പോൾ എന്നെക്കുറിച്ചും, ഇച്ചിരി നെഗറ്റീവായിട്ട് പറയുമ്പോൾ അവനെക്കുറിച്ചും. നോ മൈ ബ്രദർ, നോ. തിങ്ക് അബൌട്ട് അവേഴ്സെൽസ്. നമ്മളെക്കുറിച്ച് ചിന്തിക്കുക. നമ്മളെ ഇത് ബാധിക്കുമോ എന്ന് ചിന്തിക്കുക. അതാണ് നമുക്ക് ആവശ്യം. എനിവേ, ലെറ്റ് us come to this beatitude. ഇവിടെ ഈ വേദഭാഗം നമ്മൾ ശ്രദ്ധിച്ചാൽ, നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവനാണ് തൃപ്തി വരാൻ ആയി പോകുന്നത്. അപ്പോൾ ഈ ഒരു എന്താ പറയുന്ന ആ ഫിഗർ, വിശക്കുക, ദാഹിക്കുക, നമുക്കിന്ന് മനസ്സിലാക്കുന്നതിനേക്കാളും വളരെ വ്യക്തമായിട്ട് കർത്താവിൻ്റെ ആദ്യത്തെ ഓഡിയൻസിന് അത് മനസ്സിലാകും. കാരണം അന്ന് ഇന്നുള്ള സാങ്കേതിക വിദ്യ ഒന്നും ഇല്ലാതിരുന്ന ഒരു കാലം. അന്നത്തെ വിളവുമൊക്കെ കിട്ടിയെങ്കിലായി, ഇല്ലെങ്കിലായി. കാരണം വെട്ടുക്കിളി ഇങ്ങനെയുള്ളതാകുന്ന വലിയ പ്രശ്നങ്ങൾ അവർക്കുണ്ട്. അപ്പം നല്ല വിളവ് കിട്ടുന്നത് തന്നെ അവർ പറയുന്നത് ഇറ്റ് ഈസ് ഗോഡ്സ് ബ്ലെസ്സിങ്സ്. ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് ഗോഡ്സ് ബ്ലെസ്സിങ്. അപ്പം അങ്ങനെ ഒരു കാലത്ത് ഫുഡിൻ്റെയും ആഹാരത്തിൻ്റെയും വെള്ളത്തിൻ്റെയും സ്കേഴ്സിറ്റി ഉണ്ടായിരുന്ന ഒരു സമയത്ത് കർത്താവ് ഇത് പറയുക, വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞാൽ, ഈ ശിഷ്യൻ he doesn't think I should be a bit better. ഞാൻ അല്പം കൂടെ ഒന്ന് നന്നാകണം, അല്പം കൂടെ നന്നായാൽ ശരിയാകാം. അതല്ല അവൻ ചിന്തിക്കുന്നത്. നേരെ മറിച്ച്, ഞാൻ അഗാധമാകുന്ന വിശപ്പിലും ദാഹത്തിലും ജീവിക്കണം. കാരണം ഞാൻ ഭയങ്കര വിശപ്പുള്ളവനാണ്, ഭയങ്കര ദാഹമുള്ളവനാണ്. പ്രിയപ്പെട്ടവരെ, as our physical body is sustained by food and water, our new nature runs on righteousness. നമ്മുടെ ശാരീരികമാകുന്ന അല്ലെങ്കിൽ ഭൗതിക ശരീരം ആഹാരവും വെള്ളവും കൊണ്ട് നിലനിൽക്കുന്നതാണെങ്കിൽ, പുഷ്ടിപ്പെടുന്നതാണെങ്കിൽ,
നമ്മുടെ ആത്മീകമാകുന്ന മനുഷ്യൻ നീതി കൊണ്ട് നിലനിൽക്കാൻ പോകുന്നതും അനുഗ്രഹിക്കപ്പെടാനും പുഷ്ടിപ്പെടാനായിട്ടും പോകുന്നത്. അപ്പോൾ ആത്മീകനായ അല്ലെങ്കിൽ വീണ്ടും ജനിച്ച ഒരു ദൈവ പൈതലിന് ദൈവത്തിൻ്റെ നീതിയാൽ മാത്രമേ അവൻ അനുഗ്രഹിക്കപ്പെടുവാൻ, അവൻ്റെ ജീവൻ നിലനിൽക്കാനായിട്ട് പോകുന്നുള്ളൂ. പ്രിയപ്പെട്ടവരെ, മാനുഫാക്ചർ ചെയ്ത ആള് പറയുന്ന ഇന്ധനം കൊടുത്തില്ലെങ്കിൽ കാര്യം തകരാറിലാകും. ഏറ്റവും വലിയ പ്രീമിയം കാറാകട്ടെ, ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന കാറിൻ്റെ പേരങ്ങ് പറയാം, അപ്പം നിങ്ങളാരും എന്നോട് പിണങ്ങില്ല. ജാഗ്വാർ. ഓക്കെ, അതിൻ്റെ മാനുഫാക്ചർ പറഞ്ഞിട്ടുണ്ട് പെട്രോൾ ഒഴിക്കണം. ഇനിയും പ്രത്യേകിച്ച് അതിൻ്റെ ലിഡ് തുറക്കുന്നുണ്ടെങ്കിൽ ഞാൻ കാണുന്നത് അതിൻ്റെ എന്താ പറയുന്നത് അഡിറ്റീവ്സിൻ്റെ ക്രമം 91 മുകളിലോട്ടേ ഒഴിക്കാവുന്ന പ്രത്യേകിച്ച് ആ ലിഡിൽ സ്റ്റിക്കർ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഇതിലേ പോയപ്പം ഡീസലിന് 50 സെൻറ്റേ ഉള്ളെന്നൊരിടത്ത് കണ്ടു. ഞാൻ ഓർത്ത് കയറി അങ്ങ് നിറച്ചേക്കാം. ഐ എം ഗോയിങ് ടു ബി ഇൻ ട്രബിൾ. നിറയാതിരിക്കുകയൊന്നുമില്ല, പക്ഷെങ്കിൽ സംഭവം ഓടാൻ പോകുന്നില്ലെന്ന് മാത്രമല്ല, the engine is going to be in big trouble. Okay? അതിൻ്റെ മാനുഫാക്ചർ എന്ത് ഫ്യുവല് കൊണ്ട് അത് ഓടണമെന്ന് പറഞ്ഞോ അതൊഴിക്കുന്നില്ലെങ്കിൽ ഐ എം ഗോയിങ് ടു ബി ഇൻ ട്രബിൾ. ഓക്കെ, നമ്മൾ പലരും ചിന്തിക്കുന്നത് എന്തേലുമൊക്കെ ക്വിക്ക് ഫിക്സ് മെത്തേഡ് വെച്ച് ഇത് ഓടിക്കാമെന്ന. ഓടുകയില്ല, തോന്നല ഓടുമെന്ന്. ഓടുകയില്ല. പലരും ചിന്തിക്കുന്നത് അത്യാവശ്യമൊക്കെ അങ്ങ് ഉണ്ടല്ലോ. ഞാൻ വലിയ ആത്മീകനൊന്നുമല്ല ഉപദേശി, പിന്നെ ഞാൻ അത്ര മോശമല്ല. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കും. ഒരു വേദഭാഗം ഒന്ന് വായിച്ചോളൂ. യെശയ്യാ 52:2 മുതൽ. പൊടി കുടഞ്ഞു കളയുക, യെരൂശലേമേ എഴുന്നേറ്റിരിക്കുക, ബദ്ധയായ സിയോൻ പുത്രി, നിന്റെ കഴുത്തിലെ ബന്ധനങ്ങളെ അഴിച്ചു കളക. അടുത്തത്, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, വില വാങ്ങാതെ നിങ്ങളെ വിറ്റുകളഞ്ഞു, വില കൊടുക്കാതെ നിങ്ങളെ വീണ്ടുകൊള്ളും. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, എന്റെ ജനം പണ്ട് പരദേശവാസം ചെയ്യുവാൻ മിസ്രൈമിലേക്ക് ഇറങ്ങിച്ചെന്നു, അശ്ശൂരും അവരെ വെറുതെ പീഡിപ്പിച്ചു. ഇപ്പോഴോ ഭക്ഷണമല്ലാത്തതിന് ദ്രവ്യം നിങ്ങൾ കൊടുക്കുന്നതിനെ കുറിച്ച് യെശയ്യാവ് പറയുന്ന ആ വേദഭാഗമാണ് ഞാൻ ഇൻറ്റൻഡ് ചെയ്തത്. വന്നു വാങ്ങി ഭക്ഷിപ്പീൻ, വന്നു വാങ്ങി തിന്നുവേൻ. 55-ാമത്തെ അധ്യായം. ഐ എം സോറി ഫോർ ദാറ്റ്. അപ്പമില്ലാത്തവന് ദ്രവ്യവും തൃപ്തി വരുത്താത്തവന് നിങ്ങളുടെ പ്രയത്ന ഫലവും ചെലവിടുന്നത് എന്തിന്? അല്ലയോ ദാഹിക്കുന്ന ഏവരും ദ്രവ്യമില്ലാത്തവരുമായുള്ളവരെ, വെള്ളത്തിന് വരുവിൻ, വന്നു വാങ്ങി തിന്നുവിൻ. നോക്കുക, വരുവിൻ. പലരും ചെയ്യുന്ന എന്തെന്നറിയോ? തൃപ്തി വരുത്താത്തതിന് നിങ്ങളുടെ പ്രയത്നഫലവും, അപ്പമല്ലാത്തതിന് ദ്രവ്യവും. പ്രിയപ്പെട്ടവരെ, നമ്മളെ ഡിസൈൻ ചെയ്തേക്കുന്ന ആളിനറിയാം എന്താണ് നമുക്ക് ആവശ്യമെന്ന്.
അപ്പം നമ്മുടെ അകത്തെ മനുഷ്യനെ നമ്മിൽ ഉരുവാക്കിയ, നമ്മളെ വീണ്ടും ജനിപ്പിച്ച ദൈവം തമ്പുരാൻ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് നിങ്ങളുടെ ആരോഗ്യത്തിന് നല്ലത്. അത് നിങ്ങൾ എടുക്കുന്നില്ലെങ്കിൽ ആരോഗ്യം ശരിയാകില്ല. ഓക്കെ, അപ്പോൾ ഈ വേദഭാഗം നമ്മൾ മുൻപോട്ട് ചിന്തിക്കാനായിട്ട് താല്പര്യപ്പെടുന്നു. ഫിസിക്കലായിട്ട് നമ്മൾ ചിന്തിച്ചാൽ നമ്മുടെ ഭൗതിക ശരീരത്തോടുള്ള ബന്ധത്തിൽ ഈ വിശപ്പും ദാഹവും എന്ന് പറയുന്നത് ഒരു നല്ല സൈന. ഇഫ് യു സീ എ ഗുഡ് appetite is a sign of good health. Good health. വിശപ്പില്ലായ്മ എന്നുള്ളത് ആരോഗ്യപരമായിട്ട് വലിയ പ്രശ്നമുണ്ടെന്നുള്ളതിൻ്റെ സൂചനയാണ്. അത് നമ്മളെപ്പോഴും തിരിച്ചറിയണം. നല്ല ആരോഗ്യമുള്ള, അല്ലെങ്കിൽ നല്ല ആരോഗ്യമുള്ള ഒരു കുഞ്ഞിൻ്റെ ലക്ഷണം എന്താണെന്നറിയാമോ? He or she will cry until he or she is satisfied. നല്ല ആരോഗ്യമുള്ള ഒരു കുഞ്ഞിന് നല്ല വിശപ്പുണ്ട്, കരയാൻ തുടങ്ങും, ഒന്നും പറയാൻ അറിയത്തില്ല. പക്ഷെങ്കിൽ ഭക്ഷണം കിട്ടി നിറയുന്നത് വരെ കരയും. പണ്ടൊക്കെ ഗൾഫിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ഇവിടെ അങ്ങനെ അധികം കണ്ടില്ല. ഈ കരയുന്ന കുഞ്ഞുങ്ങളെ തൃപ്തിപ്പെടുത്താനായിട്ട് ഒരു സാധനമുണ്ട്, ഒരു പാസിഫയർ എന്നും പറഞ്ഞൊരു സംഭവം. ആദ്യം ഇത് വായിലോട്ട് വെച്ച് ഭയങ്കര കരച്ചിലുള്ള കുഞ്ഞുങ്ങളെ അമ്മമാർ ആ സാധനം, നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, അത് വായിലോട്ട് വെച്ച് കൊടുക്കുന്നുണ്ടേ. അല്പം നേരം കഴിയുമ്പോഴത്തേന് ഒരു 3-4 സെക്കൻഡ് കഴിയുമ്പോൾ വലിയ വായി കരഞ്ഞുകൊണ്ടിരുന്ന കുഞ്ഞ് കരച്ചിൽ നിർത്തും. പക്ഷെങ്കിൽ ഒരു 5 മിനിറ്റ് കഴിയുമ്പം ആ കുഞ്ഞ് വീണ്ടും കരയാൻ തുടങ്ങും. അവനെന്താ പറയുന്നേ? Don't try to fool around my emotions. Give me the real stuff. അതാ പറയുന്നേ അല്ലേ? We are playing with his emotions. ആരോഗ്യമുള്ള കുഞ്ഞിന് ഈ പാസിഫയർ പോരാ, എന്നാൽ ആരോഗ്യമില്ലാത്ത, വിശപ്പില്ലാത്ത കുഞ്ഞിന് പാസിഫയർ മതി. അതുകൊണ്ടാണ് ഇന്ന് സഭകളിലുള്ള പല കുഞ്ഞുങ്ങൾക്കും ഇപ്പൊ വിടുവിക്കുന്ന ഒരു ദൈവം, നിന്റെ കണ്ണുനീര് കാണുന്ന ഒരു ദൈവം, എന്നോ സന്തോഷമാ, അയ്യോ ഇവിടുത്തെ റൂഫ് അങ്ങ് ഒത്തിരി പൊക്കത്തില്ല. If a child is healthy, you cannot play with his emotions. കേട്ടോ? ഹെൽത്തി ആയിട്ടുള്ള ഒരു കുഞ്ഞിൻ്റെ ഇമോഷൻ വെച്ച് കളിക്കാൻ നോക്കിയില്ല. ഇന്ന് പാസിഫയറും കൊണ്ട് ഒത്തിരി പേർ ഇറങ്ങിയിട്ടുണ്ട് സഭകളിൽ. പ്രശ്നം എന്താ? അത് നല്ല ചരക്ക, ഭയങ്കര. ഞാൻ ചിലപ്പോൾ ഓർക്കാറുണ്ട്, ഞാൻ ഒരിക്കൽ ഒരാൾ പറയുകയുണ്ടായി, എൻ്റെ പാസ്റ്ററെ, അദ്ദേഹം അതെങ്ങനെ മനസ്സിലാക്കിയത് എനിക്കറിയത്തില്ല, ഇദ്ദേഹം ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ ഇദ്ദേഹം ഒരു വലിയ നല്ലൊരു എന്താ പറയുന്നേ, ഒരു വലിയ അഡ്വർടൈസിങ് കമ്പനിയുടെ CEO ആയിപ്പോയെന്ന് ഞാൻ പറഞ്ഞു. അത്ര മിടുക്ക. ജനത്തിൻ്റെ ഇമോഷൻസിനെ
പ്ലേ ചെയ്ത് എന്തോ ഒന്ന് കിട്ടിയെന്ന് വരുത്തി തീർക്കാൻ കഴിവുള്ള ചെപ്പടി വിദ്യക്കാർ ഒത്തിരി പേരുണ്ട്. ഞാൻ വാൺ ചെയ്യുന്നു, യു ഷുഡ് ഡിമാൻഡ് ദ റിയൽ സ്റ്റഫ്. ടെൽ ദാറ്റ് പേഴ്സൺ, ഡോണ്ട് play with my emotions. I don't want that. So, if you have real hunger spiritually, you want to be filled with the real stuff. What is that? നമ്മളത് വളരെ പെട്ടെന്ന് ഒന്ന് ശ്രദ്ധിക്കാനായിട്ട് പോകുകയാണ്. ഇത് വേദപുസ്തകത്തിലുള്ള സകല ഭക്തന്മാരുടെയും ഒരു പ്രധാനപ്പെട്ട ലക്ഷണമായിരുന്നു. അത് നമ്മൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ചില വേദഭാഗങ്ങൾ ഞാൻ പെട്ടെന്ന് വായിക്കാം. പ്രവാസത്തിലേക്ക് നാട് കടത്തപ്പെട്ട അല്ലെങ്കിൽ പ്രവാസിയായിട്ട് പിടിക്കപ്പെട്ടു പോയ ഒരു ദൈവപൈതലിൻ്റെ കീർത്തനം, 42-ാമത്തെ സങ്കീർത്തനം 1-2 വാക്യങ്ങൾ ഇങ്ങനെയാണ്: മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ ദൈവമേ, എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. എൻ്റെ ആത്മാവ് ദൈവത്തിനായി, ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിക്കുന്നു. ഞാൻ എപ്പോൾ ദൈവസന്നിധിയിൽ ചെല്ലുവാൻ ഇടയാകും. അന്നത്തെ കാലത്ത് ദൈവിക സാന്നിധ്യത്തിൻ്റെ അടയാളമായിട്ട് അവർ കണ്ടിരുന്നത് യെരുശലേം ദൈവാലയമാണ്. അപ്പോൾ ആ ദൈവാലയത്തിൽ നിന്നും നാട് കടത്തപ്പെട്ട ഒരു ഭക്തൻ എന്നിട്ട് പറയുക, അദ്ദേഹം അവിടെ പോയി വലിയ ബിസിനസ്സൊക്കെ ചെയ്ത് സമ്പന്നനായിട്ടൊന്നും ഇരിക്കുകയല്ല. താൻ പറയുന്നത്, നിൻ്റെ നീർച്ചാലുകളൊക്കെ, നിൻ്റെ ആ യുവർ ബ്രേക്കേഴ്സ്, നിൻ്റെ ആ തിരമാലകളെല്ലാം എൻ്റെ മീതെ കടന്നു പോകുക. എങ്കിലും രാത്രിയിൽ ഞാൻ അവന് പാട്ടുപാടും. നോക്കുക, ഇതായിരുന്നു ആ ഭക്തൻ്റെ ദാഹം. 63-ാം സങ്കീർത്തനം, അതിൻ്റെ ടൈറ്റിൽ ഇങ്ങനെയാണ്: ദാവീദിൻ്റെ ഒരു സങ്കീർത്തനം, അവൻ യഹൂദ മരുഭൂമിയിൽ ഇരിക്കും കാലത്ത് ചമച്ചത്. ഈ വേദഭാഗം എന്താ ഒന്ന് ശ്രദ്ധിച്ചേ: ദൈവമേ, നിന്റെ ദൈവം, അതികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കും. വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്ത് എൻ്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു, എൻ്റെ ദേഹം നിനക്കായി കാംക്ഷിക്കുന്നു. താഴോട്ട് വായിച്ചാൽ അദ്ദേഹം പറയുന്നത് എന്നറിയാമോ? Thy loving kindness is better than life. നിന്റെ ദയ ജീവനേക്കാൾ നല്ലത്. ഒത്തിരി വർഷം ജീവിച്ചിരിക്കുന്നതല്ല വലിയ കാര്യം. ജീവിച്ചിരിക്കുന്ന കാലത്ത് പറയാൻ കഴിയണം, ദൈവമേ, അങ്ങയുടെ ദയ എൻ്റെ ജീവനേക്കാളും വലിയതാ. നിന്റെ ദയയാ എനിക്ക് വേണ്ടത്. That is the sign of a person who is spiritually hungry. യഥാർത്ഥത്തിലുള്ള താല്പര്യം അല്ലെങ്കിൽ യഥാർത്ഥത്തിലുള്ള ബ്ലെസ്സിങ് ഇസ്രായേൽ ജനത അവരനുഭവിക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചപ്പം ഒരു പ്രവാചകനെ കൂടെ പറയുകയാണ്. ആമോസിൻ്റെ പ്രവചനത്തിലാണ്: അപ്പത്തിനായുള്ള വിശപ്പല്ല, വെള്ളത്തിനായുള്ള ദാഹമല്ല, യഹോവയുടെ വചനങ്ങളെ കേൾക്കേണ്ടതിന് ഉള്ള വിശപ്പ് തന്നെ ഞാൻ ദേശത്തേക്ക് അയക്കുന്ന നാളുകൾ വരുന്നു എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. നോക്കിക്കേ, നോട്ട് ജസ്റ്റ് a blessing, ഒരു സോ കോൾഡ് ബ്ലെസ്സിങ്ങിന് വേണ്ടിയിട്ടല്ല, അതിനേക്കാൾ ഉപരി ദൈവവചനത്തിന്. പുതിയ നിയമത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ലൂക്കോസിൻ്റെ സുവിശേഷം
1:53 നമ്മൾ വായിക്കുന്നു, വിശക്കുന്നവരെ നന്മകളാൽ നിറച്ചു, സമ്പന്നന്മാരെ വെറുതെ അയച്ചു കളഞ്ഞിരിക്കുന്നു. അപ്പോൾ ആ വിശക്കുന്നവരെ നന്മകളാൽ നിറയ്ക്കും, സമ്പന്നന്മാരെ എന്ത് ചെയ്യും? വെറുതെ അയക്കും. അപ്പോൾ ഈ ഒരു വേദഭാഗം നമ്മൾ ശ്രദ്ധിച്ചാൽ വളരെ വ്യക്തമായിട്ട് ഈ വിശപ്പിനെ കുറിച്ച്, ആത്മീകമാകുന്ന ദാഹത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നു. ഈ വേദഭാഗത്ത് എന്തിനു വേണ്ടിയാണ് വിശക്കേണ്ടത്, ദാഹിക്കേണ്ടത് എന്നുള്ളത് കർത്താവ് പറയുന്നു. കർത്താവ് പറയുന്നത് ഇതാണ്. നമ്മൾ വളരെ പെട്ടെന്ന് അത് വിശദീകരിക്കും. എന്തിനു വേണ്ടിയാണ് നമ്മൾ വിശക്കേണ്ടത്? നീതിക്ക് വിശന്ന് ദാഹിക്കുക. എന്താണ് ഈ നീതി? നമ്മൾ വിശന്ന് ദാഹിക്കേണ്ട നീതി എന്താണ്? ഈ വേദഭാഗം നമ്മൾ തുടർന്ന് ചിന്തിച്ചാൽ അതിൻ്റെ 5:10 വരുമ്പോൾ, നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ. അപ്പോൾ ഏത് നീതിക്ക് വേണ്ടി വിശന്ന് ദാഹിക്കുമോ ആ നീതിക്ക് വേണ്ടി ഉപദ്രവിക്കപ്പെടാനും ഒരുക്കമാണെന്ന് മാത്രമല്ല, അത് ഭാഗ്യമാണെന്ന് കരുതുന്ന ഒരു ദൈവ പൈതൽ. 6-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, നിങ്ങളുടെ പ്രവൃത്തി നിങ്ങൾ ചെയ്യണം, പക്ഷേ അത് മനുഷ്യന് കാണാൻ വേണ്ടി ആകരുതെന്ന് കർത്താവ് പറയുന്നുണ്ട്. 5:20 കർത്താവ് പറയുന്നു, പരീശന്റെയും ന്യായശാസ്ത്രിമാരുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കയില്ല. 6:33 മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പേൻ. അപ്പോൾ അങ്ങനെയെങ്കിൽ എന്താണ് നമ്മൾ വിശന്ന് ദാഹിക്കേണ്ട നീതി? നീതിയെക്കുറിച്ച് പറയുമ്പോൾ 3 കാര്യങ്ങൾ ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഒന്ന്, നമുക്കറിയാം, എ റൈറ്റ് റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്. എ റൈറ്റ് റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്. 2, അപ്പോൾ റൈറ്റ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ദൈവവുമായിട്ടുള്ളൊരു നല്ല ബന്ധത്തിലേക്ക് നമ്മൾ വരിക. ദൈവവുമായിട്ട് ബന്ധമില്ലായിരുന്നു, ആ ബന്ധത്തിലേക്ക് വരുന്നതിനെ വേദപുസ്തകം വിളിക്കുന്നത് നീതീകരണം എന്നാണ് വിളിക്കുന്നത്, ജസ്റ്റിഫിക്കേഷൻ. അതാണ് റൈറ്റ് റിലേഷൻഷിപ്പ്. And if a person has right relationship with God, as a result of his right relationship, he will lead his life rightly. His life will be right before God and before man. Okay? അതിനെ നീതി എന്ന് ദൈവത്തിൻ്റെ വചനം വിളിച്ചിട്ടുണ്ട്. 3-മതായിട്ട്, എനിക്ക് ദൈവവുമായിട്ടുള്ള ബന്ധവും ഞാൻ ജീവിക്കുന്ന ആ റൈറ്റ് ലിവിങ്ങും എൻ്റെ ചുറ്റുമുള്ളവരുടെ ജീവിതത്തിലേക്ക് വരണമേ എന്ന് ഞാൻ ആഗ്രഹിക്കുക. അപ്പം ഇങ്ങനെ അത് പറയാം. നമ്പർ 1, righteousness is legal. എന്താണ് ലീഗൽ റൈച്ചസ്നെസ്? വി വർ ഓൾ അൺറൈച്ചസ്. നമ്മളെല്ലാം അനീതിയുള്ളവരാണ്. എന്നാൽ ക്രിസ്തു എന്ത് ചെയ്തു? നമ്മളെ നീതിമാന്മാരാക്കി. എങ്ങനെ? ക്രിസ്തുവിൻ്റെ നീതി നമുക്ക് തരുന്നതിലൂടെ.
അതാണ് ലീഗൽ റൈച്ചസ്നെസ്. 2, മോറൽ റൈച്ചസ്നെസ്, ധാർമ്മികമാകുന്ന നീതി. അതെന്താ? ദൈവവുമായിട്ട് ഞാൻ നിരന്നെങ്കിൽ, if I am reconciled with God, I will be reconciled with my fellow human beings. And that righteousness will reflect in my day-to-day life. ദൈവവുമായിട്ടുള്ള നീതി എൻ്റെ നിത്യജീവിതത്തിൽ വെളിപ്പെടാനായിട്ട് തുടങ്ങും. 3, എൻ്റെ പ്രാർത്ഥന, കർത്താവേ, നിൻ്റെ രാജ്യം വരണമേ, നിൻ്റെ നീതി ഈ ഭൂമിയിലേക്ക് വരണമേ. അപ്പോൾ ഈ 3 കാര്യങ്ങളും ഇമ്പോർട്ടൻ്റാണ്. ഒന്നാമത്തെ കാര്യം, a legal righteousness Jesus has provided for us freely. അതുകൊണ്ടാണ് 2 കൊരിന്ത്യർ 5:21 പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന്. ഒന്ന് വായിച്ചോളൂ. പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. നോക്കുക, പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് നമുക്ക് വേണ്ടി പാപം ആക്കി. ഈ നീതി പ്രവർത്തിയാൽ ഒന്നും നേടാൻ കഴിയുന്ന നീതിയല്ല. പക്ഷേ യഹൂദന്മാർ അതിന് പരിശ്രമിച്ചു, പക്ഷേ നടന്നില്ല. വായിക്കാൻ സമയമില്ല, നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചോ. റോമാലേഖനം 9-ാം അധ്യായം 30 മുതൽ 33 വരെയുള്ള വാക്യങ്ങളും, റോമാലേഖനം 10-ാം അധ്യായം 3-4 വാക്യങ്ങൾ, റോമൻസ് 9:30-33 ആൻഡ് റോമൻസ് 10:3 and 4. അവിടെ നമ്മൾ വായിക്കുന്നത്, നീതിയെ പിന്തുടരാത്ത ജാതികൾ നീതി പ്രാപിച്ചു. എങ്ങനെ കിട്ടി? വിശ്വാസത്താൽ. അപ്പോൾ a right relationship with God is freely offered by Christ as a gift. ദൈവവുമായിട്ടുള്ള ആ ശരിയായ ബന്ധം എന്ന നീതി ഒരു ദാനമായി ക്രിസ്തു നമുക്ക് ഫ്രീ ആയിട്ട് തന്നു. 2, ഈ righteousness, he not only brings us pardon, God forgiving us in Christ is justification, freely forgiving. No question asked. When you come to the cross, he forgives. But the same Christ by whom we have been given the righteousness as a gift, the right relationship with Father as a gift, the same Christ works in us to make us live our right relationship with God. ക്രിസ്തുവിൽ നിന്ന് ദാനമായിട്ട് നമുക്ക് നീതി കിട്ടിയെങ്കിൽ അതേ ക്രിസ്തു എന്നിൽ ജീവിച്ച് ദൈവവുമായിട്ടുള്ള ബന്ധത്തിലും മനുഷ്യരുമായിട്ടുള്ള ബന്ധത്തിലും എൻ്റെ ജീവിതം നീതിയുള്ളതാക്കി തീർക്കും. റോമൻസ് 5:21 വാക്യങ്ങൾ വായിച്ച് പെട്ടെന്ന് നമുക്ക് അവസാനിപ്പിക്കാം. റോമൻസ് 5:21. പാപം മരണത്താൽ വാണതുപോലെ കൃപയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നീതിയാൽ നിത്യജീവനായി വാഴേണ്ടതിന് തന്നെ. So this grace reigns over me. In other words, grace is a king. അവിടെ റോമർ 5:21 കൃപയെന്നുള്ളത് ഒരു രാജാവിനെ പോലെ എന്നിൽ വാഴുകയാണ്. പക്ഷെ എങ്ങനെയാ വാഴുന്നത്? കൃപയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നീതിയാൽ
നിത്യജീവനായി വാഴേണ്ടതിന് തന്നെ. സോ ഗ്രേസ് റെയിൻസ് നോട്ട് അപ്പാർട്ട് ഫ്രം റൈച്ചസ്നെസ്. ഇവിടെയാണ് ഹൈപ്പർ ഗ്രേസ് എന്ന് പറയുന്ന സാത്താന്യ ദുരുപദേശത്തിൻ്റെ വലിയ ഭീകരത. ഇറ്റ് ഈസ് എ ഡിസെപ്ഷൻ. നമ്മളത് വളരെ മനസ്സിലാക്കണം. ഗ്രേസ് റെയിൻസ്. പക്ഷേ when grace reigns, it reigns in righteousness. നോക്കണം, right relationship with God, right relationship in my right conduct in my life. ദൈവമായിട്ട് റൈറ്റ് റിലേഷൻഷിപ്പിലേക്ക് വന്നാൽ കൃപ യേശുക്രിസ്തു മുഖാന്തരം നീതിക്കായിട്ട് എന്നിൽ വാഴും. പ്രിയപ്പെട്ടവരെ, എനിക്ക് പല കാര്യങ്ങൾ പറയാനുണ്ട്. നിങ്ങൾ വായിക്കേണ്ട വേറൊരു പുസ്തകമാണ് കോസ്റ്റ് ഓഫ് ഡിസൈപ്പിൾഷിപ്പ്, ഡിട്രിക് ബോൺഹോഫർ. മലയാളത്തിലും ആ പുസ്തകമുണ്ട്. അതിൻ്റെ പേര് വരിക ക്രൂശിക്കപ്പെടുക. അതിനകത്ത് എല്ലാ കാര്യങ്ങളും ഒന്നും നമുക്ക് എഗ്രി ചെയ്യാൻ പറ്റുകയില്ല. പ്രത്യേകിച്ച് വിശ്വാസ സ്നാനത്തെക്കുറിച്ചൊക്കെയുള്ള റെഫറൻസ് ഉണ്ട്. അതങ്ങ് വിട്ടേര്, ബാക്കി വായിക്കണം. അവിടെ ആ ദൈവഭൃത്യം പറയുന്ന ഒരു കാര്യമുണ്ട്. ഇഫ് യു ക്ലെയിം ടു ബി ജസ്റ്റിഫൈഡ് ബിഫോർ ഗോഡ്, in other words, if you receive the forgiveness of God and if you neglect the demands of the grace, he coins a phrase, cheap grace. അതിൻ്റെ പേരാണ് ചീപ്പ് ഗ്രേസ്, വില കുറഞ്ഞ കൃപ. എനിക്ക് പാപക്ഷമ വേണം കൃപയാൽ, പക്ഷേ കൃപയുടെ ഡിമാൻഡ്സ്, കൃപ ഒരു രാജാവിനെ പോലെ വാഴാൻ എനിക്ക് മനസ്സില്ല. കാരണം കൃപ വാഴുന്നത് എങ്ങനെയാ? നീതിയാലാണ് വാഴുന്നത്. എനിക്കെല്ലാം ഗ്രേസാ, കൃപ വേണം. പക്ഷെ കൃപ നീതിയിലാണ് വാഴുന്നതെന്നുള്ള കാര്യം ഞാൻ വിടുകയാണ്. പ്രിയപ്പെട്ടവരെ, നാം ഒരു കാര്യം മനസ്സിലാക്കണം. ഈ ചീപ്പ് ഗ്രേസിനെ കുറിച്ച് ചിന്തിക്കുന്നവർ, ദേ ആർ നോട്ട് സേവ്ഡ്, ബിക്കോസ് ഗ്രേസ് ഡസൻറ്റ് ലീവ് യു ദർ. Grace changes you. If God's grace doesn't change me, that is no grace at all. എന്നെ മാറ്റാത്ത കൃപ കൃപയല്ല. അത് നമ്മൾ മനസ്സിലാക്കണം. മൂന്നാമതായിട്ട്, ഈ നീതി എല്ലായിടത്തും സ്ഥാപിക്കപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് നമ്മൾ സുവിശേഷം പറയേണ്ടത്. മനസ്സിലായോ? സുവിശേഷീകരണം സഭയുടെ ഓപ്ഷണൽ എക്സ്ട്രാ അല്ല. ദൈവനീതി ഭൂമിയിൽ സ്ഥാപിക്കപ്പെടണമേ എന്നാഗ്രഹിക്കുന്ന ഒരു ദൈവ പൈതലിൻ്റെ ഹൃദയത്തിലെ വാഞ്ചയാണ്. അതുകൊണ്ട് we should all go out. നമുക്ക് പുറത്തു പോകണം. വരുന്ന ആഴ്ചകളിൽ സ്ട്രീറ്റ് ഇവാഞ്ചലിസം ഉണ്ട്. നിങ്ങൾ വരണം. മാറി നിന്നാൽ മതി. കം, ദൈവരാജ്യം വരട്ടെ. നമ്മൾ ചിന്തിക്കുക ആരും വരുന്നില്ലെന്ന്. വരണ്ട. നമ്മളെ ഏൽപ്പിച്ചത് എന്താണെന്നറിയാമോ? ഹങ്കർ ആൻഡ് തേഴ്സ്റ്റ് ഫോർ ഗോഡ്സ് റൈച്ചസ്നെസ് ടു റെയിൻ. നമ്മൾ അതിനു വേണ്ടി ഒരുങ്ങണം. ആകട്ടെ. അപ്പം അങ്ങനെയെങ്കിൽ ഒരു വീണ്ടും ജനിച്ച ദൈവപൈതലിൻ്റെ ആഗ്രഹം എന്തായിരിക്കും എന്നറിയാമോ? ഒരു വിശുദ്ധൻ്റെ പ്രാർത്ഥന. ഒരു സ്കോട്ടിഷ് സെയിൻറ്റ്, ഞാൻ ഒത്തിരി വായിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അദ്ദേഹം പറഞ്ഞു ഇങ്ങനെയാണ്: ഓ ഗോഡ്, മേക്ക് മീ ജസ്റ്റ് ആസ് ഹോളി ആസ് എ പാർഡൻഡ് സിന്നർ ക്യാൻ ബി. ഓ ഗോഡ്, മേക്ക് മീ ജസ്റ്റ് ആസ് ഹോളി as a pardoned sinner
can be. ക്ഷമിക്കപ്പെട്ട ഒരു പാപിക്ക് എത്രത്തോളം വിശുദ്ധനാകാൻ കഴിയുമോ അത്രത്തോളം എന്നെ വിശുദ്ധനാക്കണമേ. And a person who hunger for God's righteousness, he will delight in God's word, because where else he will find God's will. നീതിക്ക് വേണ്ടി വിശന്നു ദാഹിക്കുന്ന ഒരു ഭക്തന്റെ താല്പര്യം എന്നറിയാമോ? ദൈവമേ, അവിടുത്തെ ഇഷ്ടം എന്നെ പഠിപ്പിക്കണമേ. എവിടെയാ ദൈവ ഇഷ്ടം കാണാൻ കഴിയുന്നത്? ഈ തിരുവചനത്തിലല്ലാതെ. അങ്ങനെയെങ്കിൽ ആ തിരുവചനത്തിൽ അവൻ ഡിലൈറ്റ് ചെയ്യാൻ തുടങ്ങും. 119 സങ്കീർത്തനം വീട്ടിൽ പോയി ധ്യാനിച്ചൊന്ന് വായിച്ചു നോക്ക്, നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. He will delight because he is hungry for God's will, God's righteousness, God's holiness. അല്ലേ? ഇത് ഒരു കോൺസ്റ്റന്റ് ഹങ്കർ. If a person truly is hungry and thirsty for God's righteousness, he will always have a homesickness. Homesickness എന്താ? വീട്ടിൽ പോകാനുള്ള ഒരു താല്പര്യം എന്ന് പറഞ്ഞ ഉപദേശി നമ്മളെല്ലാം ഇപ്പം മരിക്കണമെന്ന് അല്ല, അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ല. പക്ഷെങ്കിൽ ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം he will not think about his death as a dreadful thing. ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം കർത്താവിൻ്റെ വരവ് അവന് ഭയമുണ്ടാക്കുന്ന ഒരു കാര്യമല്ല. കാരണം അവൻ സ്നേഹത്തിൽ വസിക്കുന്നവനാ. അവൻ്റെ പ്രത്യക്ഷതയിൽ നമുക്ക് ധൈര്യമുണ്ടാകേണ്ടതിന് അവൻ്റെ സ്നേഹത്തിൽ വസിപ്പീൻ. So every day his cry is, "Come Lord Jesus." കർത്താവേ, അങ്ങ് വരണമേ. അതിൻ്റെ കാര്യം എന്നറിയാമോ? 2 പത്രോസ് 3:13. എന്നാൽ നാം അവൻ്റെ വാഗ്ദത്ത പ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായി കാത്തിരിക്കുന്നു. അപ്പോൾ in short, if you are really hungry for God's righteousness, you want to be as holy as a pardoned sinner can be, number one, here on earth, and also you want the Lord's reign. Come Lord Jesus. കർത്താവേ വരണമേ, കർത്താവേ വരണമേ. ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും ഉള്ളിലൊരു ഞരക്കം ഉണ്ടാക്കണം. If only the Lord would come today. അല്ല, നിങ്ങൾ എന്നോട് പേഴ്സണലി ചോദിച്ചാൽ മരിക്കാൻ ഇഷ്ടമുണ്ടോ? എനിക്കില്ല. മരിക്കാനൊന്നും ഇഷ്ടമൊന്നുമില്ല. പിന്നെ എൻ്റെ ഇഷ്ടം എന്നാണെന്നറിയാമോ? ഞാൻ ജീവനോടിരിക്കുമ്പം കർത്താവ് വന്നെങ്കിലെന്ന്. അതിനെനിക്ക് വേറെ കണ്ടീഷനൊന്നുമില്ല. അത് ഒരിക്കൽ ഒരാൾ ഒരു പ്രത്യാശ ഗീതം പാടിയപ്പം ഒരു സൗരി പറയും, യോ സൗരി പറയല്ലേ, എൻ്റെ മോൻ്റെ കല്യാണം ഒന്ന് നടന്ന് കാണണം. മോൻ്റെ കല്യാണം ഒന്ന് നടന്ന്, അത് കഴിഞ്ഞ് കർത്താവ് വന്നോട്ട്. എന്നാൽ എൻ്റെ വീട്ടിൽ ഒത്തിരി പേര് ഗുണപ്പെടാനുണ്ട്, അവരോടൊന്ന് ഗുണപ്പെട്ടിട്ട് കർത്താവ് വന്നെന്ന് പറഞ്ഞാൽ അത് that makes sense. പ്രിയപ്പെട്ടവരെ, if you are really hungry for righteousness, thirsty for righteousness, നീതി വസിക്കുന്ന ഭൂമിക്കായിട്ട് എന്ത് ചെയ്യും? കാത്തിരിക്കും. നമ്മൾ ഒരു കാര്യം മനസ്സിലാവും. 1-2 വാക്യങ്ങൾ വായിച്ച് ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം. 107:9. പ്രിയപ്പെട്ടവരെ, if you want to progress, സങ്കീർത്തനം 107:9, if you want to progress
in Christian life, you should have a hunger. അതുകൊണ്ടാണ് അവൻ ആർത്തിയുള്ളവനെ തൃപ്തി വരുത്തുകയും വിശപ്പുള്ളവനെ നന്മ കൊണ്ട് നിറയ്ക്കുകയും ചെയ്യുന്നു. നോക്കുക, ആർത്തിയുള്ളവന് തൃപ്തി വരുത്തുന്നു, വിശപ്പുള്ളവനെ നന്മ കൊണ്ട് നിറയ്ക്കുന്നു. ആർത്തിയുള്ളവന് തൃപ്തി വരും. ഈ തൃപ്തി ഈ ഭൂമിയിൽ ഞാൻ തികഞ്ഞു എന്നുള്ള തൃപ്തിയല്ല. കാരണം പോള് പറയുന്നുണ്ടല്ലോ, ഞാൻ നേടിയെന്ന് അല്ല, എനിക്കും അത് നേടാമോ എന്ന് വെച്ച് ഞാൻ ഓടുകയാണ്. വി ആർ ഓൾറെഡി കംപ്ലീറ്റ് ഇൻ ക്രൈസ്റ്റ്. നമ്മൾ ക്രിസ്തുവിൽ യേശു ക്രിസ്തുവിൽ സമ്പൂർണ്ണരാ. പക്ഷെ അതേസമയം വി ഹാവ് എ ലോങ്ങിങ്. കർത്താവേ, അതുകൊണ്ടാണ് ദൈവത്തെ മുഖാമുഖം കണ്ടതാകുന്ന മോശയുടെ പ്രാർത്ഥന എന്നറിയാമോ? ലെറ്റ് മീ സീ യു. അല്പം ഒന്ന് കണ്ടു, അല്പം ഒന്ന് മനസ്സിലാക്കി. നൗ ഐ വാണ്ട് ടു നോ ഹിം മോർ. എനിക്ക് അവനെ അറിയണം, അവനെ കൂടുതലായി എനിക്ക് മനസ്സിലാക്കണം. ഇത് തൃപ്തി വരും. എന്നാണെന്നറിയാമോ? ഇപ്പം തൃപ്തി വരും. ആത്മീയമാകുന്ന ആ പ്രോഗ്രസ്സിലുള്ള തൃപ്തി വരും. നമ്മൾ അറൈവ് ചെയ്യുന്നില്ല, ഒരിടത്ത് ചെല്ലുന്നില്ല, പക്ഷേ അവിടെ നമ്മൾ തൃപ്തിപ്പെടും. എന്നാൽ ഫൈനലി ഒരിക്കൽ നമുക്ക് തൃപ്തി വരും. എന്നാണെന്നറിയാമോ? വെളിപ്പാട് പുസ്തകം 7:16-17. ഇനി അവർക്ക് വിശക്കയില്ല, ദാഹിക്കുകയുമില്ല, വെയിലും യാതൊരു ചൂടും അവരുടെ മേൽ തട്ടുകയുമില്ല. ഓക്കെ, വെയിലും യാതൊരു ചൂടും അവരുടെ മേൽ തട്ടുകയില്ല. പിന്നെ അടുത്തത്, സിംഹാസനത്തിന്റെ മധ്യേയുള്ള കുഞ്ഞാട് അവരെ മേയിച്ച് ജീവജലത്തിന്റെ ഉറവുകളിലേക്ക് നടത്തുകയും ദൈവം താൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചുകളയുകയും ചെയ്യും. Every longing will be fully satisfied. Until then, it is like Paul, that I may know him. Until then, it is like Moses, Lord, let me see more of your grace. മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ ദൈവമേ, എൻ്റെ ആത്മാവ് അങ്ങയോട് ചേരാനായി. പ്രിയപ്പെട്ടവരെ, വിശപ്പുണ്ടാകാൻ എന്നാ ഒരു മാർഗം? ഒന്ന്, വിശപ്പുണ്ടാകാൻ നല്ലൊരു മാർഗം, ഹാങ് ഔട്ട് around a place where there is good cooking happening. അതിൻ്റെ കാര്യം എന്താ? നല്ല പാചകം നടക്കുന്നിടത്ത് ചെന്നാൽ തന്നെ വിശപ്പുണ്ടാകും. ആ ഫ്രാഗ്രൻസ് വരുമ്പം വിശപ്പ് തന്നെ വരും. അറിയുന്നിടത്തോളം മെച്ചമാക്കാൻ പരിശ്രമിച്ചുകൊണ്ട് ചൊവ്വാഴ്ച ഇവിടെ ഒരു കുക്കിംഗ് നടക്കുന്നുണ്ട്. വിശപ്പ് ഇല്ലാത്ത വിശപ്പ് ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നവർക്ക് കടന്നു വരാം. അതിന് കാര്യം എന്താണെന്നറിയാമോ? When you are sick in the hospital, ഫുഡ് കഴിക്കാൻ വയ്യ, they will put a tube. ഒരു ട്യൂബ് ഇടും. ട്യൂബ് ഇട്ടിട്ട് they will force feed you. Why? Until the real appetite kicks in on its own. അത് കഴിയുമ്പോൾ ഇത് മാറ്റും. കാരണം പ്രിയപ്പെട്ടവരെ, പലരുടെയും പ്രശ്നം എന്നാണെന്നറിയാമോ? ഇത് ബോറിങ്ങാ. നമ്മുടെ ഒരു കുഞ്ഞൊരിക്കൽ അത് പറഞ്ഞ, പക്ഷേ ആ കുഞ്ഞ് സത്യം പറഞ്ഞു. കുഞ്ഞുങ്ങൾക്ക് കപടതയൊന്നും ഇല്ലാത്തതുകൊണ്ട് അവർ സത്യം പറഞ്ഞു. പക്ഷെ നമ്മൾ ഇച്ചിരി സോഫിസ്റ്റിക്കേറ്റഡാ, നമ്മൾ സത്യം പറയുകയില്ല. ബോറിങ്ങാ. കാര്യം എന്നാ? അസുഖം പിടിച്ചേക്കുക. പണ്ട് ഞാൻ പറഞ്ഞ, ഇപ്പോഴതൊക്കെ മാറിക്കാണും. സ്ത്രീജന്മം കാണാൻ ഒരു ബോറിങ്ങും ഇല്ലല്ലോ ആർക്കും. സ്ത്രീജന്മം കുഞ്ഞുങ്ങൾ നിങ്ങൾക്ക് അറിയത്തില്ല. പണ്ട് ഒരു കാർട്ടൂൺ ഉണ്ടായിരുന്നു. ഞാൻ പെന്തക്കോസ്ത് വീടുകളിലൊന്നും ആ സമയത്ത് പോവുകയില്ലായിരുന്നു, എനിക്കറിയത്തില്ലായിരുന്നു. അബദ്ധത്തിന് ഒരിടത്ത് ചെന്നു, അവരിരുന്ന് കാണുക.
I was forced to sit with them. എന്നാൽ മർത്തമ്മക്കാരുടെ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ട്. അതുകൊണ്ട് അയ്യോ പാസ്റ്റർ വന്നു, സ്വിച്ച് ഓഫ്. ബോറിങ്ങാ, പ്രാർത്ഥന ബോറിങ്ങാ, വചനം ബോറിങ്ങാ, ബൈബിൾ ക്ലാസ് ബോറിങ്ങാ, എല്ലാം ബോറിങ്ങാ. യു ആർ സിക്ക് മൈ ബ്രദർ, കം ഹിയർ, വി വിൽ ഫോഴ്സ് ഫീഡ് യു. ഒന്നാമത്തെ കാര്യം എന്നാണെന്നറിയാമോ? ഹാങ് അറൗണ്ട് ഗുഡ് കുക്കിംഗ്. 2, പ്രിയപ്പെട്ടവരെ, നമ്മളെ ഫോഴ്സ് ഫീഡ് ചെയ്യുന്നവരെ നമ്മൾ കൂട്ടുകാരാക്കണം കേട്ടോ. അതാവശ്യമാണ്. നിങ്ങൾക്കറിയാം, എനിക്കറിയാം, സമയം പോകുന്നു. കമോൺ, യു കം. കഴിഞ്ഞ വർഷം 2 ആഴ്ച ഭയങ്കരമായിട്ട് ഞാൻ സിക്കായിരുന്നു. നിങ്ങളത് പക്ഷേ അത്ര അതിൻ്റെ ഇൻറ്റൻസിറ്റിയിൽ അറിഞ്ഞില്ല. കാരണം എല്ലാ മീറ്റിങ്ങിനും എനിക്ക് വരാനിടയായി. അതുകൊണ്ടാണ് നിങ്ങൾ അറിയാഞ്ഞ്. പക്ഷേ ഐ വാസ് സോ സിക്ക്. എനിക്ക് ഭക്ഷണം കഴിക്കാൻ വയ്യ, എഴുന്നേക്കാൻ വയ്യ. അന്നിവിടെ വന്ന സമയം ഒഴിച്ച് ബാക്കി എല്ലാ സമയവും ഞാൻ കിടപ്പായിരുന്നു. പക്ഷേ എൻ്റെ വൈഫ് ചെയ്ത ഒരു കാര്യം എന്നറിയാമോ? ഷീ വിൽ ഓൾവേസ് ഫോഴ്സ് ഫീഡ് മീ. ഇടിച്ചു കയറ്റുക. എനിക്ക് കഴിക്കാൻ വയ്യ, ബട്ട് സ്റ്റിൽ ഷീ ഫോഴ്സ് ഫെഡ് മീ. അപ്പം ഞാൻ ഓർത്തു, അതിന് 1 മാസം മുമ്പായിരുന്നു ആ രോഗം വന്നിരുന്നെങ്കിൽ ഞാൻ മിക്കവാറും ഹോസ്പിറ്റലൈസ് ആയിപ്പോയേനെ. കാരണം നോബഡി വാസ് ദെയർ ടു ഫോഴ്സ് ഫീഡ് മീ. നിങ്ങളെല്ലാം ഫുഡ് കൊണ്ടു തരും, പക്ഷെ കൊണ്ടു തന്നാലും ഞാൻ പറയും ഞാൻ കഴിച്ചേക്കാമെന്ന് പറയും. പക്ഷെ കഴിക്കാൻ പറ്റുകയില്ല. So hang around some spiritual friends who will force feed you, who will provoke you for good. വിശപ്പ് വരാൻ അടുത്ത മാർഗം അതാ. ഈ ഗോസിപ്പ് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ദൈവവചനത്തിൻ്റെ let us discuss about what our pastor preached today. നമുക്ക് നോക്കാം അതിനകത്ത് എന്തെങ്കിലും വചനവിരുദ്ധമായിട്ടുണ്ടോ. Let us talk about that and let us ask him certain things about this. അങ്ങനെയുള്ള കൂട്ടുകാരുണ്ടോ? ബ്ലെസ്സഡ് ആർ യു മൈ ബ്രദർ. അല്ലാതെ ഗോസിപ്പ് പറയുന്ന കൂട്ടുകാരാണെങ്കിൽ ഭയങ്കര അബദ്ധം. തീയിട്ട് തരുന്നവരാണെങ്കിൽ അതൊന്നും വേണ്ട കേട്ടോ, അത്രയൊന്നും നീ താഴുകയൊന്നും വേണ്ട. നോ മൈ ബ്രദർ, നിനക്ക് ഗുണം ചെയ്യുകയൊന്നുമല്ല, അവന് ദോഷമാണ് ചെയ്യുന്നത്. അന്നേരം തോന്നും എൻ്റെ ഈ അഹങ്കാരം ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് അതിനെ ഇങ്ങനെ തീയിട്ട് തരുന്നവനെ എനിക്ക് വലിയ ഇഷ്ടമാണ്. ബട്ട് എ പേഴ്സൺ ഹൂ വിൽ റിയലി ലവ് യു വിൽ ലീഡ് യു ടു ദ വേർഡ്. സോ ഹാങ് അറൗണ്ട് വിത്ത് പീപ്പിൾ ഹൂ വിൽ ഫോഴ്സ് ഫീഡ് യു ഇൻ സ്പിരിച്വൽ തിങ്സ്. ആത്മീക വിഷയങ്ങളിൽ നമ്മളെ ഫോഴ്സ് ഫീഡ് ചെയ്യുന്നവരോട് കൂടെ നമ്മൾ നടക്കാൻ തുടങ്ങണം. സോ അങ്ങനെ മാത്രമേ നമ്മൾ ദൈവത്തിൻ്റെ നീതിക്കായിട്ട് ആഗ്രഹിക്കത്തുള്ളൂ. ഗോഡ് ബ്ലെസ് യു. നമുക്ക് ദൈവസന്നിധാനത്തിൽ എഴുന്നേറ്റ് നിന്ന് ഒരു പ്രത്യാശഗീതം പാടി കർത്താവിനെ മഹത്വപ്പെടുത്തുമ്പോൾ സ്തോത്ര വഴിപാടും കർത്താവിൻ്റെ പാദപീഠത്തിൽ അർപ്പിക്കാം.